ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മൺമറഞ്ഞു പോയ കുറേ സംസ്കാരങ്ങൾ ഇതൊക്കെ തിരിച്ച് വരുന്ന കാണുന്ന സമയത്ത് തിരിച്ചു വരുന്ന കാണുന്ന സമയത്ത് എനിക്ക് എൻ്റേതായിട്ടുള്ള പൈതൃകം ഓർമ്മ വരുന്നുണ്ട്, എൻ്റെ കുട്ടിക്കാലം. അപ്പോൾ എവിടെ നിന്നൊക്കെയോ മൺമറഞ്ഞു പോയിട്ടുള്ള ആ സംസ്കാരത്തിനെ ഇന്നത്തെ ജനത അത് ഹൈന്ദവ സംസ്കാരത്തിനെ മുന്നോട്ട് കൊണ്ടുവരാൻ കാണിക്കുന്ന ആ ഒരു ഊർജം ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഈ ഭാരതപ്പുഴയുടെ തീരത്ത് അല്ലെങ്കിൽ ഭാരതപ്പുഴയ്ക്ക് നടുക്കിൽ ഇതുപോലൊരു കർമ്മം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ. ബിക്കോസ് ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന എന്താണ്, നമ്മുടെ ഹൈന്ദവ വിശ്വാസത്തിനെ എവിടെയെല്ലാം തകിടം മറിക്കാൻ പറ്റുമോ അവിടെല്ലാം തകിടം മറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്. അത് ഗവൺമെൻറ്റിനെ ഫുള്ളായിട്ട് ഞാൻ പറയില്ല, അതിനകത്ത് വിശ്വാസികളായിട്ടുള്ള എത്രയോ മന്ത്രിമാരും ആളുകളെ കൊണ്ട് ഒളിച്ചും വെളിച്ചിട്ടൊക്കെ ആയിട്ട്. ബട്ട് ദെൻ ജനറലി എവരിവൺ ഈസ് അഫ്രൈഡ് ഓഫ് ദിസ്. ഇതിനെപ്പോലും അട്ടിമറിക്കാൻ വേണ്ടി പരിശ്രമിച്ചൊരു ഗവൺമെൻറ് നമ്മൾ കണ്ടാണ്. പക്ഷെ ഇവിടെ അത് അട്ടിമറിക്കാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടെന്നറിയോ, ഈ വിശ്വാസികളുടെ വിശ്വാസം അത് ശക്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു സംഭവം നടക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, യെസ് ഇവർക്ക് ആ ശക്തിയുണ്ട്, അവർ വിശ്വസിക്കുന്ന ദൈവത്തിൽ ആ ശക്തിയുണ്ട്. ഇന്നിപ്പോൾ ഇത് കണ്ടപ്പം ആ ഒരു ഗംഗാരതിയുടെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഗംഗാരതി വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇതൊരു തുടക്കമായതുകൊണ്ട് ഈ സൈഡിൽ ശിവൻ്റെ അമ്പലത്തിൻ്റെ സൈഡിൽ 6 എണ്ണം, അപ്പുറത്ത് എനിക്ക് തോന്നുന്നു 20-25ഓളം ആരതികളുണ്ട്. അടുത്ത വർഷം അല്ലെങ്കിൽ ഇനി ഇതുപോലൊരു സംഗമം നടക്കുന്ന സമയത്ത് ഓരോരോ വർഷങ്ങളും പിന്നീട് അതൊരു കോമ്പറ്റീഷനാകും. കാശി പോലെ തന്നെ കേരളവും വളരട്ടെ. ഒരു കുംഭമേള നടത്തിക്കൊണ്ട് പലരും ചോദിച്ചു, കുംഭമേള നടത്തി കഴിഞ്ഞാൽ പട്ടിണി മാറുമെന്ന്. UP ഗവൺമെൻറ് ആ കുംഭമേള നടത്തിയത് കൊണ്ട്, ഇത്രയും കൃത്യമായി നടത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് കോടിയാണ് ഗവൺമെൻറ്റിന് സമ്പാദിച്ചിരിക്കുന്നത്. ഈ സംസ്കാരത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് വിശ്വസിക്കാതെ 10 വോട്ടിന് വേണ്ടിയിട്ട് ജാതിയും മതവും പറഞ്ഞുകൊണ്ട് പ്രീണിപ്പിക്കുന്നവർക്ക് ഉള്ളൊരു പാഠമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. കാരണം ഹിന്ദുവിൻ്റെ ഒരു ശക്തി, ഹിന്ദു ആരെയും ആക്രമിക്കാനോ അല്ലെങ്കിൽ ആരും ഇവിടെ ഉണ്ടാവാതിരിക്കുന്നത്, അവൻ്റേതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു പോകാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുക. അത് കട്ടയിൽ ചെയ്യുന്ന സമയത്ത് അവൻ ഒറ്റക്കെട്ടാവുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇന്നിപ്പോൾ ഈ ഭാരതപ്പുഴയിൽ ഇവിടെ കാണുന്നില്ല, അപ്പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഏകദേശം ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്നുണ്ട് ഒരു ദിവസത്തിൽ. സോ അതെല്ലാം ഒരു മഹാ അത്ഭുതം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഞാനിന്ന് അതുകൊണ്ടാണ് വന്ന് നോക്കിയത് എന്താണ് ഇവിടെ നടക്കുന്നത്. എനിക്കത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് യെസ് എൻ്റെ സംസ്കാരത്തിനെ തിരിച്ചു പിടിക്കാൻ ഇന്ന് ഇവിടെയുള്ള വിശ്വാസികൾ ഒറ്റക്കെട്ടാവും. ആ വിശ്വാസത്തിൽ ഞാൻ വേറൊന്നും കൂടെ പറയാം. തിരുനാവായിക്ക് അമ്പലത്തിലേക്ക് വരുന്ന വഴിയിൽ മുഴുവൻ മുസ്ലിം സഹോദരന്മാരുടെ വീടുകളാണ്. ഞാൻ അതും കൂടെ കണ്ടു. എല്ലാവരുടെയും ഗേറ്റ് തുറന്നിട്ടുകൊണ്ട് അവിടെയൊക്കെ കാർ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അവരൊരാളും പൈസ ചോദിക്കുന്നില്ല, ഒന്നുമില്ല, നിങ്ങൾ സൗകര്യമായിട്ട്, കാരണം ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടേക്കെന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ നമുക്ക് മതസൗഹാർദ്ദം ഉണ്ട്. ഈ പാർട്ടിക്കാർ വോട്ട് ചോദിക്കുന്ന സമയത്താണ് പറയുന്നത് ഹിന്ദു മുസ്ലിമും പ്രശ്നമാണ്, അല്ലെങ്കിൽ അത് BJP വർഗീയൻ, മുസ്ലിം ലീഗ് വർഗീയൻ, ഇതൊക്കെ ഇവർ പറയുന്നതാണ്. ജനങ്ങൾക്കിടയിൽ അങ്ങനെയുള്ളൊരു വർഗീയത ഇല്ല. നമുക്ക് ആർക്കും ഒരു വിദ്വേഷവും ആരോടുമില്ല. അതും കൂടെ ഞാനിവിടെ കണ്ടു വരുന്ന വഴിക്ക്. ഐ ആം വെരി ഹാപ്പി ദാറ്റ് ആ ഒരു സൗഹാർദ്ദം എന്നും നിലനിൽക്കട്ടെ. നമുക്ക് മനുഷ്യനെ മനുഷ്യനായി കാണാൻ എല്ലാ ജാതി മതങ്ങളും അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് പോരാടാം മനുഷ്യത്തിന് വേണ്ടി. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇതിനകത്ത് ഇന്ന് കച്ചവടക്കാരായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പല ജാതി മതങ്ങളുമുണ്ട്. എല്ലാവരും സമ്പാദിക്കുന്നുണ്ട്, സന്തോഷമായിട്ടിരിക്കുന്നു. ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് വേണം? ഇവിടെ നമ്മളൊരു വർഗീയതയും പറയുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇനിയും ഈ വർഗീയത പറഞ്ഞു വരുന്ന പാർട്ടിക്കാരോട് പറയുക, നിങ്ങളിവിടെ മാറിയിരിക്കും, ഞങ്ങളുടെ ജാതി മതമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ളത്. അത് പറയേണ്ട സമയമായിരിക്കുന്നു. നിങ്ങൾ വികസനം എന്താണെന്ന് കാണിക്കുക. അവിടെയാണ് ഇനി ആൾക്കാർ വോട്ട് നടന്നത്. അല്ലാതെ ജാതിയും മതവും പറഞ്ഞിട്ടുള്ള പരിപാടി അതൊക്കെ കഴിഞ്ഞു. അത് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഇവിടെ കാണാനുണ്ട് ഈ ഭാരതപ്പുഴയിൽ. സോ ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ. താങ്ക് യു സോ മച്ച്. സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.